അതിനകത്ത് P for Punjab, A for Afghanistan, K for Kashmir, S for Sindh and TN for Balochistan. ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപടത്തിന്റെ ആശയം പോലും കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1962 ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ഡേ പരേഡിൽ RSSനെ ക്ഷണിച്ചപ്പോൾ ദേശീയ പതാക എന്തിക്കൊണ്ടായിരുന്നില്ലേ RSS പങ്കെടുത്തു? 1986 മുസ്ലിം ലീഗ് റിപ്പബ്ലിക് ഡേ ബഹിഷ്കരിച്ച കാര്യം മാധുവിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഏതു ദേശീയ പതാകയെ പാർട്ടി ആസ്ഥാനങ്ങളിൽ ഇതുവരെ ഉയർത്തിയില്ല എന്നതിന്റെ പേരിലാണോ CPM-നെ BJP വിമർശിക്കുന്നത്? അതേ പതാകയെ 52 വർഷം അകറ്റി നിർത്തിയ പ്രസ്ഥാനമാണ് RSS. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പിന്നെ എന്തു ധാർമ്മികതയുടെ പേരിലാണ് ഈ വിമർശനം എന്നുള്ള ചോദ്യം ഉയരുകയാണെങ്കിൽ നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇവിടെ കാൺപൂർ സമ്മേളനത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം കാൺപൂരിൽ വെച്ചായിരുന്നു. ആ സമ്മേളനത്തെ പറ്റിയിട്ട് ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ സമ്മേളനം തൊട്ട് തുടങ്ങാം. കാൺപൂരിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടത്തുന്ന ഓർഗനൈസറുടെ പേരെന്താണ്? ആ ഓർഗനൈസറുടെ പേരാണ് സത്യഭക്ത. അല്ല, ഞാൻ മറ്റൊരു ഓർഗനൈസറുടെ കാര്യമാണ് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത്. 2002 ജനുവരി 26 വരെയുള്ള 52 വർഷങ്ങൾ ദേശീയ പതാകയെ RSS ആസ്ഥാനത്ത് ഉയർത്താതിരുന്ന ഒരു സംഘടന അതേ പതാക ഉയർത്താതിരുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് കുറ്റം പറയുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനത്തിന്റെ ഓർഗനൈസറുടെ പേരാണ് സത്യഭക്ത. ആ സത്യഭക്തയെ വേദിയിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. എന്താ കാരണം? അവിടെ ഇന്ത്യ എന്ന പേര് എഴുതി വെച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എഴുതി വെച്ചപ്പോൾ ആ ഇന്ത്യ എന്നുള്ളത് MN റോയ് മായ്ക്കാൻ ആവശ്യപ്പെട്ടു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് വരണം എന്ന് ഒന്നാമത്തെ കാൺപൂർ സമ്മേളനത്തിൽ വെച്ച് സത്യഭക്തയോട് ആവശ്യപ്പെടുകയും സത്യഭക്ത അത് നിഷേധിക്കുകയും ചെയ്തപ്പോൾ സത്യഭക്തയെ ക്രൂരമായി മർദ്ദിച്ച് അതിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ ഇന്ത്യ എന്നുള്ളത് വെട്ടി അത് ഇപ്പുറത്ത് വെച്ചു. ഞാൻ 2-3 കാര്യം കൂടി പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മറുപടിക്ക് പറയാം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ താത്വികമായി തന്നെ സമയം നൽകി പോയ ചർച്ചയാണിത്. രണ്ടാം ഘട്ടത്തിൽ ചോദ്യങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കും. കാരണം 1921 മുതൽ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നാഗപ്പൂർ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗവാർ എന്ന RSSന്റെ നേതാവ്. അദ്ദേഹം 1921-ലും 1930-കളിലും ഗാന്ധിജിയോടൊപ്പം തന്നെ ദണ്ഡി മാർച്ചിലും അതുപോലെ തന്നെ 2 പ്രാവശ്യം അങ്കോള ജയിലിലും വിദർഭ ജയിലിലും ജയിൽവാസം അനുഷ്ഠിച്ച ആളാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? കോൺഗ്രസിന്റെ അന്നത്തെ ദേശീയ പതാകയെ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പതാകയെ ഈ RSSന്റെ എല്ലാ ശാഖകളിലും ഉയർത്തിക്കൊണ്ട് അതിനെ വണങ്ങി അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച അതല്ലെങ്കിൽ ആ സല്യൂട്ട് ചെയ്ത മറ്റൊരു വിഷയമാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ദേശീയ പതാക 1947 ഓഗസ്റ്റ് 14-ലും 1950 ജനുവരി 26-നും ഇടയിൽ അതേ ദേശീയ പതാക പിന്നീട് 2002 ജനുവരി 26 വരെയുള്ള 52 വർഷങ്ങളിൽ എന്തിനു ഉയർത്തിയില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ, എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ. അതൊരു മര്യാദയല്ലേ? വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. വളരെ വാക്സാമർത്ഥ്യമുള്ള ഒരാളാണ്. ക്ഷമിക്കാനുള്ള സമയം നമുക്ക് അവശേഷിക്കുന്നില്ല. അല്ല, ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ക്ഷമിച്ചില്ലേ, അപ്പൊ ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണ്ടേ? അതല്ലേ മര്യാദ? 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലും ഇതേ RSS പങ്കെടുത്തു. 1947-ൽ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതുപോലെ RSS പറഞ്ഞോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഞാൻ 1974 മുതൽ RSS പ്രവർത്തകനാണ്. 1974 മുതൽ എല്ലാ കാലഘട്ടത്തിലും, അന്ന് കുട്ടിയായിരുന്നു, പക്ഷേ എനിക്ക് ബുദ്ധി ഉറച്ച ആ കാലഘട്ടം മുതൽ തന്നെ എല്ലാ RSS കാര്യാലയങ്ങളിലും ദേശീയ പതാകയുണ്ട്. വേണ്ടി പറയാം, 1986-ൽ നാഗ്പൂരിലുണ്ട്. ശ്രദ്ധിക്കണം, മുസ്ലിം ലീഗ്
സ്വാതന്ത്ര്യ ദിനം ബഹിഷ്കരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ജനുവരി 26 ബഹിഷ്കരിച്ച ഒരു സംഭവം അതവിടെ നിൽക്കട്ടെ. 1947 ഓഗസ്റ്റ് 15 ഈ സ്വാതന്ത്ര്യ പതാകയെ അത്രത്തോളം ഹൃദയത്തിലേറ്റിയെങ്കിൽ 1947 ഓഗസ്റ്റ് 17 2 ദിവസം സ്വാതന്ത്ര്യത്തിന് 2 ദിവസത്തിന് ശേഷം ദേശീയ പതാക എന്ന തലക്കെട്ടിൽ ഓർഗനൈസറിൽ വന്ന എഡിറ്റോറിയലിൽ എന്താണ് പറയുന്നത്? ഹിന്ദുക്കൾ ഈ ത്രിവർണ്ണ പതാക ഒരിക്കലും ബഹുമാനിക്കുകയില്ല, ഇത് ഹിന്ദുക്കളുടെ പതാകയല്ല എന്ന്. അപ്പോൾ അതിന് പ്രശ്നമില്ല. ദേശീയതയുടെ ചിഹ്നത്തെ തള്ളി പറയുന്നതിന് കുഴപ്പമില്ല. മാധു, നിങ്ങളൊരു ഓർഗനൈസറിൽ ആരെങ്കിലും എഴുതിയെന്ന് വെച്ചാൽ അതൊരു സംഘടനയാണോ? അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ എഴുതും. ഞാൻ ഒഫീഷ്യൽ ഓർഗനൈസർ ആർഎസ്എസിന്റെ മുഖപത്രമല്ല. ഓർഗനൈസർ ആർഎസ്എസിന്റെ മുഖപത്രമല്ല. അതിൽ 1947 നിങ്ങളുടെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നേതാക്കൾ ആർഎസ്എസിന്റെ തലപ്പത്തുള്ള കാലത്ത് ദേശീയ പതാക എന്ന തലക്കെട്ടിൽ വന്ന ലേഖനം ആർഎസ്എസിന്റെ ആശയവുമല്ല. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. ആർഎസ്എസിന്റെ മുഖപത്രമാണോ? ആർഎസ്എസിന്റെ മുഖപത്രത്തിൽ ആരൊക്കെ എഴുതുന്നു അതല്ല വിഷയം. ആർഎസ്എസിന്റെ പുസ്തകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇത് ഒഫീഷ്യൽ ആർഎസ്എസിന്റെ പുസ്തകമാണ്. അയ്യോ, അങ്ങ് ഈ പുസ്തകത്തെ അംഗീകരിക്കൂ, അതിനൊപ്പം തന്നെ അങ്ങ് ഓർഗനൈസറിനെ തള്ളി പറയൂ. ഓർഗനൈസറിൽ പലരും എഴുതും, അത് ആശയമല്ല. എങ്കിൽ പിന്നെ ആ മുഖപത്രം എന്ന ലേബൽ എന്തിനാണ്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചോദിക്കുന്നു, എന്തൊരു കഷ്ടമാ. ശരി. 1986 മുസ്ലിം ലീഗ് റിപ്പബ്ലിക് ഡേ ബഹിഷ്കരിച്ച കാര്യം മാധുവിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയാൻ മേല. അന്ന് ഇന്ത്യ മുഴുവനും ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആ ദേശീയ പതാകയിൽ സല്യൂട്ട് നൽകിക്കൊണ്ട് മാർച്ച് നടത്തിയത്, ദേശീയ പതാകയുമായി മാർച്ച് നടത്തിയത്, ഇന്ത്യ മുഴുവൻ മാർച്ച് നടത്തിയത് RSS ആണ്. ലീഗ് അങ്ങനെ ഒരു സമരം മുന്നോട്ട് വെച്ചാൽ അതിന് മറുതന്ത്രം എന്തായിരിക്കും ആർഎസ്എസിന്റെ എന്നൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് അല്പമെങ്കിലും മനസ്സിലാകുന്ന ഒന്നാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. 1962 ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ഡേ പരേഡിൽ RSSനെ ക്ഷണിച്ചപ്പോൾ ദേശീയ പതാക എന്തിക്കൊണ്ടായിരുന്നില്ലേ RSS പങ്കെടുത്തത്? എന്ത് പറ്റിയടാ ലിജു പറയട്ടെ. 1962 ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ഡേ പരേഡിൽ RSSനെ പങ്കെടുപ്പിച്ചപ്പോൾ ദേശീയ പതാകയുമായിട്ടായിരുന്നില്ലേ RSS പങ്കെടുത്തത്? പിന്നെ നിങ്ങൾ ദേശീയ പതാക ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞ ഈ തുടർഭരണത്തിലടക്കം എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും അവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തുന്നുണ്ട്. AKG സെന്ററിൽ ഉയർത്തിയില്ല എന്നുള്ളതാണ്. പാർട്ടി എന്ന അടിസ്ഥാനപരമായ സംഘടന അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. അപ്പോൾ നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പരേഡിൽ RSS ആ പതാക ഉയർത്തുന്നത് പ്രശ്നമല്ല, നാഗ്പൂരിൽ ഉയർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ വല്ലാതെ ഇങ്ങനെ കടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല മാധു. ചോദിക്കുന്നതിന് ഉത്തരം പറയാനുള്ള സൗമനസ്യം കൂടി കാണിക്കണം. RSSന്റെ നാഗപ്പൂരിലും RSSന്റെ കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ആസ്ഥാനങ്ങളിലും ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, തിരിച്ചൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും ദേശീയ പതാകയെ അപമാനിച്ചതായിട്ടുള്ള ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അങ്ങനെയാണ് പിന്നെ 2002 മുമ്പ് ദേശീയ പതാക ഉയർത്തിയതുമായി ഇന്നിപ്പോൾ CPM ഉയർത്തിയതുപോലെ ദേശീയ പതാക RSS ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാഘോഷമോ ആചരണമോ ചർച്ചയോ ഉണ്ടോ? അതും ശരിയാണല്ലോ. അപ്പോൾ RSS അങ്ങനെ ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊതുവായ ആഘോഷങ്ങളൊന്നും സംഘടിപ്പിക്കാതെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംഘടന തന്നെയാണ് RSS. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റുകൊടുത്തു. 1942 ബ്രിട്ടീഷുകാർക്ക് ഈ നാട്ടിലെ ഗാന്ധിയന്മാരെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്തതിന് കിട്ടിയ ആ ചില്ലറ നാണയമത്തിൽ തുടങ്ങിയതാണ് ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം. എന്തിനുള്ള പുറപ്പാടാണ്ടോ? ദേശാഭിമാനി എന്ന പത്രം തുടങ്ങുന്നത് ദേശീയതയെ ഒറ്റുകൊടുത്തിട്ടാണ് എന്ന് അങ്ങ് പറയുന്നെങ്കിൽ അതിന് ന്യായീകരണം കൂടി പറഞ്ഞ് ചർച്ചയിൽ മുന്നോട്ട് പോകാമോ? നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഞാൻ പറഞ്ഞല്ലോ, ദേശാഭിമാനി പത്രത്തിന് ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിയന്മാരെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുത്തതിന് കിട്ടിയ പണമാണ് ദേശാഭിമാനി പത്രം തുടങ്ങിയത് എന്ന് ലേഖനങ്ങളിൽ വന്നിട്ടുണ്ട്. പോയി ചത്തുടടാ. ഒന്നാം CPM കോൺഗ്രസ് നടന്നത്, ആ ഒന്നാം CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് നടന്നത്, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ
സ്വാതന്ത്ര്യ സമരത്തെയും ഗാന്ധിജിയെയും ദേശീയ പതാകയെയും അംഗീകരിക്കുന്നില്ലെന്നും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രമേയത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്തു. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? അതിനകത്ത് P for പഞ്ചാബ്, A for അഫ്ഗാനിസ്ഥാൻ, K for കാശ്മീർ, S for സിന്ധ് ആൻഡ് TN for ബലൂചിസ്ഥാൻ. ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപടത്തിന്റെ ആശയം പോലും കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇനി ഒരു ചോദ്യം മാത്രം ചോദിച്ച് ഞാൻ നിർത്താം. കൽക്കത്ത തീസിസ് തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഓഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചതാണല്ലോ. ഇപ്പോൾ 75 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ പാർട്ടി ആസ്ഥാനത്ത് കൊടി ഉയർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഏതെങ്കിലും 1, 2, 3 വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു എന്ന് പറയാനുള്ള ആ തൊലിക്കട്ടി അഭാരമാണ്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?